നമസ്കാരം. പൊളി ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരമുണ്ട്. അതെ, ഈ പി ജയരാജൻ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലാണ്? എന്റെ ഒരു സംശയമാണ്. പി ജയരാജൻ ഏതായാലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ CPM-ലാണ്. അദ്ദേഹം LDF-ന്റെ കൺവീനർ തന്നെയല്ലേ? ആണ്, മാറ്റിയിട്ടില്ല. അല്ല, എന്റെ സംശയം എന്താന്ന് അത് നിങ്ങൾക്കല്ല സംശയം, ശരിക്കും പുള്ളിക്കാണ് സംശയം. എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തില് LDF-ഉം NDA-യും തമ്മിലാണ് മത്സരം എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. BJP NDA എന്ന് പറഞ്ഞാൽ BJP ആണല്ലോ. BJP തമ്മിലാണ് നിങ്ങൾ ചെറുതാക്കി കാണരുത്. ഇന്ത്യയുടെ ഘടകകക്ഷിയാണ്. ശരി, 4 സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നൊരു വലിയ ന്യായം എന്ന് പറയുന്നത് NDA-യുടെ, അതായത് BJP-യുടെ സ്ഥാനാർത്ഥികളെല്ലാം അതിഗംഭീരന്മാരാണെന്നും എന്നാൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഒന്നിനും കൊള്ളില്ല എന്നാണ്. അതിപ്പോ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എടുത്ത് നോക്കിയാലും ഒന്നിനും കൊള്ളാത്ത കുറെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് NDA സ്ഥാനാർത്ഥികൾ, NDA മുന്നണിയും LDF മുന്നണിയും തമ്മിലാണ് ഇവിടെ പോരാട്ടം നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആരാന്നറിയാലോ, ഒക്കെ ചങ്ങായ. ഇപ്പം അടുത്ത കാലത്തുണ്ടായ വലിയൊരു ചങ്ങാത്തമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ റിസോർട്ടും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആ റിസോർട്ട് പിന്നീട് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പം ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ചെയിൻ ഓഫ് ഗ്രൂപ്പ് അങ്ങനെ ഒരു സംഭവമല്ല, അവരാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ചില പ്രതിപത്തിയൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ. പക്ഷേ കേരളത്തിന്റെ ഒരു ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ, ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നൊക്കെ അറിയാം. ഇത് കൃത്യമായി അറിയാവുന്ന ജയരാജൻ അത്തരം ഒരു പ്രസ്താവന നടത്തിയതിന്റെ പിന്നിൽ വളരെ കൃത്യമായ അജണ്ട ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നലെ അത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും യഥാർത്ഥത്തിൽ ജയരാജൻ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടാവുക? അല്ല, ജയരാജന്റെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരിയാ വന്നത്. എന്ന് വെച്ചാല് ഒന്നതിനും അദ്ദേഹം ഈ നമ്മുടെ ഇൻഡിഗോയിൽ യാത്രയില്ല എന്ന് പറയുന്ന പോലെ ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്നതുപോലെ എനിക്ക് തോന്നിയുള്ളൂ. കാരണം ഒരു കാരണവശാലും കേരളത്തിലെ മത്സരം CPI-ഉം BJP-യും തമ്മിലല്ല, ഒരിടത്തും. ചിലപ്പോ ഇനിയിപ്പോ അവർ അപ്രതീക്ഷിത വിജയങ്ങൾ ഉണ്ടാക്കും, അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളം എന്നുള്ള സംസ്ഥാനത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ BJP-യും CPM-ഉം നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലവും ഇല്ല. അപ്പൊ പിന്നെ പി ജയരാജൻ പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇവിടെ കയറില്ല എന്ന് പറയുന്ന ഇൻഡിഗോ ഞാൻ ഉപേക്ഷിക്കും, ഇന്ത്യനെ തകർത്ത് കളയും, ഞാൻ കയറിയില്ലെങ്കിൽ തകർന്നു പോകുന്നൊക്കെയുള്ള ലൈനില് പറയുന്നത്. പിന്നെ ജയരാജന് മൊത്തത്തിലൊരു അസ്വസ്ഥത ഉണ്ട് പാർട്ടിയിൽ. അത് ജയരാജന് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. എപ്പോഴാന്ന് പറഞ്ഞാലും ജയരാജന് മട്ടന്നൂർ സീറ്റ് നിഷേധിക്കുന്നു. അത് 2 ടേം മത്സരിച്ചവർ എന്നെ മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു. ജയരാജന് മറ്റൊരു സീറ്റ് പോകുന്നു. KK ശൈലജ അവിടെ മത്സരത്തിന് വരുന്നു. അതവിടെ നിൽക്കുകയാണ്. ഈ പാർട്ടി സെക്രട്ടറി ആവും എന്നായിരുന്നു പുള്ളി കരുതിയത്. അന്ന് CPM-ന്റെ ഒരു ചരിത്രം നോക്കിയവർ ചോദിച്ചാൽ നമുക്കറിയാം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി വരുന്നവരാണ് പിന്നീട് പാർട്ടിയുടെ അമരത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെക്കാളും ജൂനിയറായ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആവുന്നു. അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു എന്നെ ചുമതല ഏൽപ്പിക്കും എന്നാണ്. അതുണ്ടായില്ല. അത് വിജയരാഘവനെ ഏൽപ്പിച്ചു. അപ്പൊ വിജയരാഘവൻ ആ സമയത്ത് LDF-ന്റെ കൺവീനറാണ്. ഇരട്ട ചുമതല കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ശരിക്കും രാഷ്ട്രീയത്തിൽ വലിയ അപ്രസക്തനാക്കി മാറ്റുന്ന ഒരു രീതിയാണ് പിണറായി നിന്നുണ്ടായത്. അന്ന് തൊട്ടേ അദ്ദേഹം അസ്വസ്ഥനാണ്. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്ന സമയത്ത് പാർട്ടി കോൺഗ്രസിന്റെ നടത്തിപ്പ് ചുമതല കംപ്ലീറ്റ് ജയരാജനായിരുന്നു എന്ന് പറയാനല്ല, ജയരാജനാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും. ഇത് വലിയ പൈസ വരേണ്ട പരിപാടിയാണ്, ഒരുപാട് പണം ഇടപാടുകൾ നടക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ നേരത്തെ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് ഈ ജയരാജൻ. അപ്പൊ അദ്ദേഹത്തിന് കച്ചവടം നന്നായിട്ട് അറിയാം, എങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യേണ്ടതെന്നൊക്കെ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ചുമതല കൊടുത്തത്. പക്ഷെ പുള്ളി തെറ്റിദ്ധരിച്ചു അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാവും, പാർട്ടി സെക്രട്ടറി ആവും. യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. തെറ്റിദ്ധാരണ ഒരു പാവമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ വിചാരിക്കും. അതുകൊണ്ടല്ല, പക്ഷെ ഇദ്ദേഹം ആഗ്രഹിച്ചൊന്നും കിട്ടിയില്ല എന്നുള്ളത്. അല്ല, ഇപ്പൊ ഞാൻ പറയണത്, ഇപ്പൊ ടീച്ചർ, ഇപ്പൊ ശൈലജ ടീച്ചർ MP ആയിക്കഴിഞ്ഞാൽ മട്ടന്നൂരില് ജയരാജൻ മത്സരിക്കാലോ. അല്ല, അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ ആ രീതിയിൽ പരിഗണിക്കാൻ പറ്റില്ലല്ലോ. കാരണം 2 ടേം കഴിഞ്ഞിട്ട് ഉള്ള പിന്നെ ടേമിൽ ഇദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റില്ല. ഗ്യാപ്പ് വന്നല്ലോ, 2 വർഷത്തെ ഗ്യാപ്പ് അല്ല, അങ്ങനെയല്ല. അത് ആ രീതിയല്ല, രീതി അതല്ലാത്തതുണ്ട്. അല്ല, ജയരാജന് അത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ആ അസ്വസ്ഥതയിൽ നിന്നാണോ പക്ഷെ
ഇത്തരത്തിലൊരു പ്രസ്താവനയിലേക്ക് പോകാൻ മാത്രം എന്താണ് ജയരാജനെ പ്രേരിപ്പിച്ചെന്ന ഒരു അത്ഭുതമാണ്. ഈ ഇത്രയും രാഷ്ട്രീയം ബോധമുള്ള, രാഷ്ട്രീയം അറിയാവുന്ന ഒരാള്, അത് മുന്നണിയുടെ കൺവീനർ ആയിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് പറയുകയാണ്. അതെ. അപ്പൊ അത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ചെയ്തു. അതിലൊരു കെണി മനസ്സിലാക്കിയിട്ടാവും ഇന്നലെ പിണറായി വിജയൻ അതിനെ തള്ളിക്കളഞ്ഞത്. അല്ല, പിണറായി വിജയൻ ഈ 2 ദിവസം പരസ്യ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി ഇന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ BJP-യുമായും ഒരു ത്രികോണ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞ് വളരെ ഒഴുക്കമായിട്ടുള്ള ഒരു ഇങ്ങനെ ഗോവിന്ദ മാഷിക്ക് പിണറായിയും വേണം, EP ജയരാജൻ വേണം. അതെ അതെ. പക്ഷെ EP-ക്ക് അത് വേണ്ട. EP-ക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ രണ്ടുപേരോടും താല്പര്യമില്ല. ഈ പാർട്ടിയോടെ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. കാരണം അയാളുടെ പുള്ളിന്റെ ഒരു നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ EP-യെയും നന്ദകുമാർ EP-യും കൂടെ ഡൽഹി പോയതൊക്കെ പലരെയും സമീപിച്ചതുപോലെ ഇനി നന്ദകുമാർ EP-നെ സമീപിച്ചിട്ടുണ്ടോ? ഈ തൃക്കാക്കര ഇലക്ഷന്റെ സമയത്ത് പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് EP പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നു. EP-ക്കായിരുന്നു അന്ന് തൃക്കാക്കര ഇലക്ഷന്റെ ചുമതല. യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ കണ്ടു എന്നാണ് ദീപ്തി പറയുന്നത്. ദീപ്തി അങ്ങോട്ട് സമീപിക്കായിരുന്നു. ഞാനത് അത്ര കാര്യമാക്കാത്തത് കൊണ്ട്, അതൊരു രാഷ്ട്രീയ കാര്യം അല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷെ അതിൽ ചില തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ നന്ദകുമാർ ഒരു തിരുത്തൽ നടത്തിയിട്ടുണ്ട്. കാരണം ദീപ്തി അങ്ങോട്ടാണ് സമീപിച്ചെന്നും അതിന്റെ ഇടനിലക്കാരനായ ഇദ്ദേഹം എന്നുള്ളതാണ്. അപ്പം ദീപ്തിക്ക് അന്ന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ശരിക്കും ദല്ലാളെന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടല്ലോ. ദല്ലാളാണ് അയാള്, വിവാദ ദല്ലാളാണ് അദ്ദേഹത്തിന്റെ പണിയുന്നത്. എല്ലാത്തിലും ദല്ലാളാണ്. അല്ലാതെ അയാള് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ മാത്രമല്ല ദല്ലാളാണ്. അല്ല, ഇനിയിപ്പോ പത്മജയും ദല്ലാളും കൂടെ EP-ക്ക് വേണ്ടി ദല്ലാൾ പണി ചെയ്യുമോ? അല്ല, അങ്ങനെ ചെയ്തുകൂടായില്ല. ഇപ്പൊ അത് അവിടെയാണ് ഞാൻ എത്തുന്നത്. ഇപ്പം BJP-ന്റെ നേതാക്കന്മാര് കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് LDF എന്നും UDF എന്നും, അതായത് CPM എന്നും കോൺഗ്രസ് എന്നും പ്രമുഖരായ ചില ആളുകൾ കൂടി, നിങ്ങൾ ഞെട്ടിക്കുന്ന ചില ആളുകൾ കൂടി BJP പാളയത്തിലെത്തും എന്നാണ്. ഇപ്പം EP ജയരാജൻ വന്നാൽ ആരും ഞെട്ടൊന്നുമില്ല, ഞെട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം EP ജയരാജൻ ഇങ്ങനെ കുറച്ചു കാലമായിട്ട് ആടിക്കളിക്കുകയാണ്. ഇതിൽ AK ബാലൻ വന്നാൽ ഞാൻ ഞെട്ടും, എനിക്ക് ഞെട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം AK ബാലനാണ്. EP ഒരു ഞെട്ടലാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊക്കെ വലിയ സംഭവമാണ്. അതൊക്കെ പിന്നെ ഇങ്ങനെ കഥകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ടല്ല. കെ സുധാകരൻ BJP-യിൽ പോകുമെന്നാണ് പിണറായി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാ സംഭവിച്ചെങ്കിൽ വലിയ ദുരന്തമായിരിക്കും അത്. അതുകൊണ്ട് ഇപ്പം BJP-യിൽ പോയി എന്ന് പറയുന്ന, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്ന എന്താണ്, കോൺഗ്രസ് നിന്ന് ഒരുപാട് ആളുകൾ, വലിയ നേതാക്കന്മാർ വരുന്ന ഈ 15-ാം തീയതിക്ക് ഉള്ള കുറവൊന്നുമില്ല. തമ്പാനൂർ സതീഷിനൊക്കെ കിട്ടി. അല്ല, തമ്പാനൂർ സതീഷിനൊക്കെ തമ്പാനൂരിൽ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും ഉള്ള ഒരു പാലമായിട്ട് മാത്രം കണ്ടാൽ അങ്ങനത്തെ ഉള്ള ആളല്ലേ. എല്ലാ KPCC പ്രസിഡന്റുമാരെയും വാർത്താ സമ്മേളനത്തിന് ഒപ്പം നിന്ന ആളാണ്. അല്ല, അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് ഓഫീസർ ആയിരുന്നു, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. ഇപ്പൊ കരുണാകരന്റെ കാലത്ത്, അദ്ദേഹം യൗവന കാലത്ത് കരുണാകരന്റെ കൂടെ ഇതേപോലെ നിന്ന ആളാണ്. അങ്ങനെ നേതാവായ ആളാണ്. അതല്ലാണ്ട് വലിയ സമരങ്ങൾ നയിച്ച നേതാവായ ഒരാളല്ല. അല്ലെങ്കിൽ അത്രയും വലിയ ജനങ്ങളൊന്നും, ഒരു വലിയ ജനസഞ്ചയം കൂടെ നടക്കുന്ന ആളല്ല. ഇപ്പൊ അങ്ങനെ ഒരാളെയൊക്കെ BJP-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പോ പ്രധാനമന്ത്രിയോടൊപ്പം വരണമായിരുന്നല്ലോ. അതെ അതെ അതെ. ഇതുവരെ വന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കുറെ ആൾക്കാർ വരും എന്ന് പറയും. അപ്പൊ വന്നവരാരാണ്? പത്മിനി തോമസ് എപ്പോഴാണ് കോൺഗ്രസ് ആയിരുന്നത്. അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവർ സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹിയായിരുന്നു എന്നുള്ള സത്യം. അത് സ്പോർട്സ് കൗൺസിലിൽ സാധാരണ ഇത്തരത്തിലുള്ള ആളുകളാണ്, അനുഭവമുള്ളവരെ സ്പോർട്സ് അറിയാവുന്നവർ വളരെ വിരളമായിട്ട് വരാറുള്ളൂ. അതെ, അത്ര വരാറുള്ളൂ. അപ്പൊ അവരങ്ങനെ അപവാദമായിരുന്നു പത്മിനി തോമസ്. അതെ അതെ. അപ്പൊ അവര് വന്നു, ഷറഫ് അലി വന്നു. അങ്ങനെ ഷറഫ് അലിയൊക്കെ വരേണ്ട ആളാണ്. അപ്പം അത്തരത്തിൽ അപ്പം മെഴ്സിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മെഴ്സിക്കുട്ടൻ പിന്നീട് അവർക്ക് പറ്റിയ പണിയല്ല ഈ രാഷ്ട്രീയ പോസ്റ്റിംഗ് അവർക്ക് മനസ്സിലായപ്പോൾ അവര് പാർട്ടിയൊക്കെ ആയിട്ട് പിണങ്ങി അവർ പോയി. അതിനുശേഷമാണ് ഈ ഷറഫ് അലി. അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ BJP പാളയത്തിൽ എത്തിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലൊക്കെ കിട്ടിയില്ലെങ്കിൽ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അമ്മുവായാലും മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ പത്മജയെ കിട്ടി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് എന്തോ വലിയ അപജയം സംഭവിച്ചു എന്നുള്ള രീതിയിൽ പത്മജ കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതായിരിക്കും EP-ക്ക് പറ്റിയത്. EP അപ്പൊ വിചാരിച്ചു കാണും, ഇതാ എല്ലാവരും കോൺഗ്രസ്സുകാരെല്ലാവരും ഇനി അപ്പുറത്തേക്ക് പോകും. അപ്പൊ പിന്നെ ഈ കേരളത്തിലെ മത്സരം BJP-യും CPM തമ്മിലാവും. അല്ലാതെ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. എനിക്ക് പറഞ്ഞ ഈ ഒരുപക്ഷെ ഇനി ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതായിരിക്കും ശരി. പുള്ളി ഉദ്ദേശിച്ചൊന്നും പറഞ്ഞത് പറയാം, മുഹമ്മദ് അലിന്റെ കേസ് പോലെ ആവുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ യഥാർത്ഥ ജയരാജൻ മാസത്തിൽ ഇത്തരത്തിലൊരു തമാശ പറയുന്ന ഒരാളാണ്. അത് കുറെ കാലം ട്രോളായും ഒക്കെ ജയരാജനെ. ഇപ്പൊ ജയരാജൻ തമാശ പറഞ്ഞ് നിലനിൽക്കുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്ന തമാശയല്ല, കേൾക്കുന്ന ആൾക്കാണ് അത് തമാശയായി വരുന്നത്. അദ്ദേഹം വളരെ സീരിയസ് ആയി പറയുന്നതാണ്. അപ്പം ഇത് പലപ്പോഴും പിന്നീട് ട്രോളായി മാറുകയും EP ജയരാജനെ പലപ്പോഴും അത് വലിയ വിനയായി മാറുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് ഇത്തരം ട്രോളുകളാണ്
ജയരാജനെ രാഷ്ട്രീയത്തിൽ കരിയർ സെൽഫി എന്താണെന്ന് മലയാളി പഠിപ്പിച്ചത് ജയരാജനല്ലേ? അതെ, അത്രയും മനോഹരമായ ഒരു നിർവചനം സെൽഫിക്ക് കൊടുത്ത സെൽഫി. പക്ഷെ പിന്നീട് അത് നിർവഹിച്ചാരെന്നറിയാമോ? കറക്റ്റായി നിർവഹിച്ച് ജനങ്ങളിലേക്ക് അത് യുവാക്കളിലേക്ക് എത്തിയത് ചിന്താ ജെറോമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് ജയരാജന്റെ ഒരു തമാശ, അപ്പച്ചന്റെ തമാശ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പച്ചനല്ല, ചിറ്റപ്പൻ. അപ്പച്ചന്റെ തമാശ എന്ന് പറഞ്ഞാൽ ചിറ്റപ്പന്റെ തമാശ, ചിറ്റപ്പൻ ജോക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ചിലപ്പോ വലിയ പരമ്പരയൊക്കെ അത്രേ ഉള്ളൂ എന്ന് എനിക്ക് പറഞ്ഞു. അല്ലാതെ അങ്ങനെ ഒരു നിഷ്കളങ്കമായി നമുക്ക് ഈ വിഷയത്തെ തള്ളാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ അദ്ദേഹത്തെ ശരിക്കും ഒരു 10-35 വർഷമായിട്ട് വളരെ അടുത്തറിയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അടുത്ത് പറഞ്ഞാൽ എൻ്റെ സൗഹൃദത്തിലുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ഡെവലപ്മെന്റ്സ് ഒക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. കാരണം ഞാൻ അയാളുടെ ഒരു ജില്ലക്കാരനായതുകൊണ്ടും അദ്ദേഹം DYFIയിലൂടെ വന്ന് പിന്നെ CPMലുള്ള ഒരു സമന്വയ നേതാവായി, ജില്ലാ സെക്രട്ടറിയായി, അതിനുശേഷം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നു, പിന്നീട് MLA ആവുന്നു, മന്ത്രിയാവുന്നു. ഇതൊക്കെ ഈ കരിയർ ഒക്കെ ഡെവലപ്മെന്റ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നു. പക്ഷേ ഇതിനിടയിലെല്ലാം അദ്ദേഹം ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കോടിയേരിയെ ഏറ്റവും എതിർത്തിരുന്നത്, പാർട്ടിയിൽ ഏറ്റവും എതിർത്തിരുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ജയരാജനായിരുന്നു. ജയരാജന് കൃത്യമായിട്ട് അത്തരത്തിലുള്ള ചില നേതാക്കന്മാരോട് നേരത്തെ തന്നെ അടുപ്പമില്ലായ്മയും ചില ശത്രുതയൊക്കെ ഉണ്ടായിരുന്ന നേതാവാണ്. പക്ഷെ എക്കാലത്തും പിണറായിയോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നില്ലാണ്. അപ്പൊ പിണറായി ഗ്രൂപ്പ് രൂപപ്പെടുന്ന സമയം തൊട്ട് ഒരു കാലത്ത് ഓർമ്മയുണ്ടോന്നറിയില്ല, ജയരാജനെതിരെ വലിയ രീതിയിൽ ആരോപണം വരികയും അദ്ദേഹം വലിയ വീട് നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ വലിയ ആരോപണം വരികയൊക്കെ ചെയ്തു. നീന്തൽക്കുളം വലിയ ആധുനിക രീതിയിലൊരു പഴയ. അപ്പൊ ആ സമയത്താണ് വെട്ടുകലിനെതിരെ അദ്ദേഹം അവിടെ വലിയ സമരം നയിക്കുക, CPM വലിയ സമരം നയിക്കുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് യന്ത്രവൽകൃത വെട്ടുകലിനെതിരെ, അത് തൊഴിലാളികളുടെ തൊഴിലവസരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട് നിർമ്മിച്ചത് യന്ത്രവൽകൃത വെട്ടുകല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുണ്ടായി. ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അതിശക്തമായി പാർട്ടിയിൽ വാദിച്ചത് VS അച്യുതാനന്ദൻ, സാക്ഷാൽ VS അച്യുതാനന്ദനായിരുന്നു ഇതിനെതിരെ വാദിച്ചത്. ഈ സമയത്താണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി മാറുന്നത്. പിന്നീടാണ് പാർട്ടിയിൽ ഇക്വേഷൻ മാറുകയും ഇദ്ദേഹം പിണറായിയുടെ വലങ്കൈയായി വരികയും 2 സ്റ്റേറ്റ് സമ്മേളനങ്ങളിൽ പിണറായിക്ക് അനുകൂലമായി ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതിലും പിണറായി ഗ്രൂപ്പ് ശക്തമാവാനും പിണറായിയെ ശക്തനായ നേതാവാക്കി നിലനിർത്താനൊക്കെ അതെ എല്ലാ വലിയ രീതിയിൽ അങ്ങനെയുള്ള വലിയ പ്രസ്താവനകൾ നടത്തുകയും വലിയ പ്രകോപനപരമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത നേതാവായിരുന്നു EP. അപ്പൊ EPക്ക് യഥാർത്ഥത്തിൽ പിണറായിയോടും പിണറായിക്ക് EPയോടും. അല്ല, ഇതിനിടയ്ക്ക് ഒരു മാതൃഭൂമിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വലിയ വാർത്ത ഉണ്ടായിരുന്നു, EP രാഷ്ട്രീയം മതിയാക്കുന്നു, ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. അല്ല, അത്തരത്തിലുള്ള സൂചനകൾ പുള്ളി നൽകിയിരുന്നു. കാരണം എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ഈ നിരാശയിൽ നിന്നുണ്ടായതാണ്. കാരണം EPക്ക് വേണ്ട രീതിയിൽ ഈ പിണറായി വിജയൻ എന്ന ഔദ്യോഗിക വിഭാഗത്തെ ഇത്രയും ശക്തമായി നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും പല രീതിയിൽ പലരെയും വിഘടിച്ച് നിന്നിരുന്ന പലരെയും അല്ലെങ്കിൽ പിണറായിയോട് താല്പര്യമില്ലാതിരുന്ന പലരെയും പിന്നീട് പിണറായി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ VS അച്യുതാനന്ദൻ പാർട്ടി പിടിക്കുമായിരുന്നു. പാർട്ടിയിലെ ഈ അവസ്ഥയെ മാറിയേനെ. പക്ഷേ പിണറായിക്ക് ഏറ്റവും ശക്തമായ നിലയിലേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് EPയുടെ പക്ഷം വലിയ രീതിയിൽ നീക്കം നടത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് EPയോട് ഈ പാർട്ടിക്കും പ്രത്യേകിച്ച് വിശിഷ്യ പിണറായി വിജയനും വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ കമ്മിറ്റ്മെന്റ് പിന്നീട് എവിടെയോ വെച്ച് തകർന്നു എന്നും ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് എന്നെ വളർത്തിയില്ല എന്നുള്ള ഒരു വലിയൊരു ആരോപണം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ വിഷമം കൊണ്ട് നടക്കുന്നയാളാണ് EP. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EPയുടെ ഈ പ്രസ്താവന ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്ന പ്രസ്താവന അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ പറ്റില്ല എന്ന്. അപ്പൊ EP ഉദ്ദേശിച്ചപ്പോ ഇനി കോൺഗ്രസും BJPയും കൂടെ അല്ല, CPMും BJPയും കൂടെയാണ് മത്സരം എന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്താണ്? അതല്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് BJP അനുകൂലമായ ഒരു നിലപാട് പുള്ളി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് എന്നിലുണ്ടായത്. പുള്ളിക്കൻ ചേട്ടൻ എങ്ങനെ അതിനെ കാണുന്നത് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന് അങ്ങനെ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റായിക്കുന്നില്ലല്ലോ, ആർക്കും എവിടെയും എങ്ങനെയും പോകാം എന്നുള്ളത്.